ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്കൊരുമിച്ച് ദൈവസന്നദ്ധിയിലേക്ക് കടന്നു വന്ന ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സോഷ്യൽ മീഡിയയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തും, തുടർന്നതിൻ്റെ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുമൊക്കെ ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ഇതുവരെയും സഹായിച്ചു, ബലപ്പെടുത്തി, അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രി നമ്മൾ തുടർന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് പോവുകയാണ്. എഫേസ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ 13-ാം വാക്യം ത്തിലായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അപ്പം നമ്മൾ എഫേസ് ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള ഈ 3 വാക്യങ്ങളിൽ കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ മുൻപിലത്തെ അവസ്ഥയെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, 8 കൂട്ടം കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ആ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നത്. 1, നമ്മൾ വിജാതീയരായിരുന്നു. 2, പരിച്ഛേദന ഏറ്റിട്ടില്ലാത്ത അഗ്രചർമ്മികളായിരുന്നു. 3, ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. 4, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. 5, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക്, അതായത് കവനന്റിന്, ഉടമ്പടിക്ക് പുറത്തുള്ളവരായിരുന്നു. പ്രത്യാശയില്ലാത്തവരായിരുന്നു. ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. ദൂരസ്ഥന്മാരായിരുന്നു. ഈ 8 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പം അതിൻ്റെ എല്ലാം ആകത്തുക നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൽ നിന്നും ദൈവിക വാഗ്ദത്തങ്ങളിൽ നിന്നും വേർപെട്ടവരായിട്ട് ദൈവത്തോടും ദൈവിക വാഗ്ദത്തങ്ങളോടും യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു നമ്മൾ എന്നാണ് ആ 8 കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ദൈവവുമായിട്ട് ബന്ധമില്ലാതിരുന്ന നമ്മുടെ ജീവിതത്തിൽ യേശു ഒരു മാറ്റം വരുത്തിയത് നമ്മളവിടെ വായിക്കുകയാണ്. യേശു വരുത്തിയൊരു വലിയൊരു മാറ്റം എന്താണത്? നമ്മൾ പറഞ്ഞു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. എന്ന് വെച്ചാൽ, മുൻപേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ അവസ്ഥയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു പരിപാടിയിലേക്ക് ക്രിസ്തു നമ്മളെ കൊണ്ടുവന്നു. മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പം നമ്മൾ സമീപസ്ഥരായി. ഓക്കെ. അപ്പം മുമ്പേ നമ്മൾ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിന്നും ദൂരെ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരായിരുന്നു നമ്മൾ. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ വിപരീത അനുഭവത്തിലേക്ക് നമ്മൾ വന്നു. നമ്മൾ സമീപസ്ഥരായിത്തീർന്നു എന്ന് നമ്മളവിടെ വായിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ സമീപസ്ഥരായിത്തീർന്നത് എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. 1, ക്രിസ്തുവേശുവിൽ, ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുവേശുവിൽ. നമ്മൾ ഈ ലേഖന പഠനം തുടങ്ങിയപ്പോൾ തൊട്ട് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ഭാഗം. ഞാനത് പിന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിതിൻ്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ക്രിസ്തുവിൽ, അതായത് ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ ദൈവം ക്രിസ്തുവിലാണ് വച്ചിരിക്കുന്നത്. നാം ആ ക്രിസ്തു
ക്രിസ്തുവിലായിരിക്കുന്നെങ്കിൽ നമുക്കും അനുഗ്രഹങ്ങൾ അനുഭവിക്കാനായിട്ട് കഴിയും. ക്രിസ്തുവിൽ നിന്ന് നാം വേർപെട്ടാൽ ആ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമായി തീരും. അതാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. ഇൻ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗത്തിൻ്റെ അർത്ഥം അതാണ്. അപ്പം നാം സമീപസ്ഥരായി തീർന്നത് ഇറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിലാണ് നാം സമീപസ്ഥരായി തീർന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നാം ക്രിസ്തുവിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയാൽ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേർപെട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൂടാതെയുള്ളൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമല്ല. യേശുവിനെ കൂടാതെയുള്ളൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ളൊരു ബന്ധമാണത്. ആ ബന്ധം നഷ്ടപ്പെട്ടാൽ, യേശുവും ഞാനുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടാൽ പിന്നെ മറ്റെല്ലാം അർത്ഥശൂന്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, യേശു എപ്പോഴും ആവശ്യപ്പെടുന്നത് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം. അവനുമായിട്ടൊരു അടുത്ത ബന്ധമാണ് യേശു എപ്പോഴും ആവശ്യപ്പെടുന്നത്. നമ്മളത് വിശദമായിട്ട് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനതിൽ നിന്ന് മടങ്ങി വരികയാണ്. അപ്പം ക്രിസ്തുവേശുവിൽ, രണ്ടാമത് അവിടെ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ ഒരു സംഭവം നടക്കാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഈ മുൻപേ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ അവസ്ഥകളുടെയൊക്കെ കാരണം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ചിന്തിച്ചപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലുമായിരുന്നു നമ്മൾ ഈ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ബൈ ബർത്ത്, ജന്മനാൽ നമുക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലായിരുന്നു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തവും നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിരുന്നു. അപ്പം ഈ 2 മേഖലകളിലും ദൈവവുമായിട്ട് ബന്ധമില്ലാതിരുന്ന നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നൽകിത്തരാൻ കഴിവുള്ളത് യേശുവിന് മാത്രമാണ്, യേശുവിൻ്റെ രക്തത്തിന് മാത്രമാണ്. എന്തുകൊണ്ടാണത്? കാരണം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളത് യേശുവിൻ്റെ രക്തത്തിന് മാത്രമാണ്. നോക്കൂ, യേശു വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തം ചിന്തപ്പെടുന്നതിന് മുൻപ്, മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് പരിഹാരം ലഭിക്കാനായിട്ട് അവൻ ഉപയോഗിച്ചിരുന്ന മാർഗം ബലികളായിരുന്നു, യാഗങ്ങളായിരുന്നു. എന്നാൽ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ യാഗങ്ങൾ അവന് റിപ്പീറ്റ് ചെയ്ത് നടത്തേണ്ടി വന്നു, ആവർത്തിച്ച് നടത്തേണ്ടി വന്നു. എന്തുകൊണ്ട്? ആ ബലികൾ അവന് പാപത്തിൽ നിന്ന് പൂർണ്ണമായൊരു മോചനം അവന് കൊടുത്തില്ലായിരുന്നു. എന്നാൽ യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, അവൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ അവൻ നമ്മെ വിശുദ്ധീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒത്തിരി പ്രാവശ്യം യാഗം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ട്? അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതായതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പം അതാ നമ്മൾ പറഞ്ഞത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നാം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവത്തിൽ നിന്ന് ദൂരസ്ഥരായിരുന്ന നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ അവിടെ വായിക്കുന്നു, നാം സമീപസ്ഥരായി തീർന്നു. നോക്കിക്കേ, ദൈവവുമായിട്ട് നമുക്കൊരു പുതിയ ബന്ധം ലഭിച്ചു. എ ന്യൂ റിലേഷൻഷിപ്പ്, ഒരു പുതിയ ബന്ധം നമുക്ക് ദൈവവുമായിട്ട് ലഭിച്ചു. എത്ര അത്ഭുതകരമായിട്ടുള്ളൊരവസ്ഥയാണ്. നോക്കിക്കേ, മുൻപ്
ദൈവത്തോടുള്ള ബന്ധമില്ലാത്തവരായിട്ട്, ദൈവത്തോടുള്ള ബന്ധം ആഗ്രഹിച്ച്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ സ്വഭാവത്താൽ ദൈവമല്ലാത്തവർക്ക് അടിമകപ്പെട്ടിരുന്ന നമ്മെ ആ സത്യദൈവത്തെ അറിയാനായിട്ട് ഉള്ള അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് എത്ര വലിയൊരു കാര്യമാണ് എന്ന് നമ്മൾ മറക്കരുത്. അപ്പം മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മളിപ്പോൾ ആരായിത്തീർന്നു? സമീപസ്ഥരായിത്തീർന്നു. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ കുറച്ച് വാക്യങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നൂടെ നമുക്ക് ഈ കാര്യത്തിൽ ചില വാക്യങ്ങളൂടെ നമുക്കൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്കൊന്ന് വരാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ 8ഉം 9ഉം ഒരുമിച്ച് വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ അന്ന് നിങ്ങൾ, അതായത് മുമ്പേ നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വാക്യം വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. എന്നാൽ 9-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോഴോ, അപ്പം മുമ്പേ നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമകളായിരുന്നു. എന്നാൽ ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. നോക്കിക്കേ, അപ്പോൾ ആ ചേഞ്ച് നോക്കിക്കേ. മുമ്പേ നിങ്ങൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. എന്തായി? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. അപ്പം ഇത് രണ്ട് അല്ലേ? എന്താ? നമ്മൾ ദൈവത്തെ അറിയുന്നതും ദൈവം നമ്മെ അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. നാം ദൈവത്തെ അറിയുന്നതും ദൈവം നമ്മെ അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം നാം പലപ്പോഴും ദൈവത്തെ അറിയുന്നവരാ. നമ്മൾ സഭകളിൽ പോകുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു, ബൈബിൾ വായിക്കുന്നു, പലതും ചെയ്യുന്നു. ആ ഒരർത്ഥത്തിൽ നമുക്ക് ദൈവത്തെ അറിയാം. എന്നാൽ അവിടുത്തെ ചോദ്യം, നിങ്ങൾ ദൈവത്തെ അറിയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതോ ദൈവം നിങ്ങളെയും അറിഞ്ഞിട്ടുണ്ടോ? അതാ ചോദ്യം. അപ്പം അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഈ മത്തായിയുടെ സുവിശേഷത്തിലൊരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ ഒരു മിനിറ്റ്, ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22ഉം 23ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നത്, കർത്താവ് പറയുക. അപ്പോൾ അവസാന ദിവസം പലരും വന്നിട്ട് കർത്താവിനോട് പറയുന്ന ഒരു ഡയലോഗ് കർത്താവ് അവിടെ പറയുന്നുണ്ട്. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവൻ എന്ന് തീർത്ത് പറയും. അപ്പോൾ നോക്കിക്കേ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ മുമ്പിലേക്ക് കുറേ പേര് വന്നിട്ട് പറയുകയാണ്, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. അപ്പം ഞങ്ങൾ പ്രവചിച്ചു ആരുടെ നാമത്തിൽ? കർത്താവിൻ്റെ നാമത്തിൽ. നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികളെ പ്രവർത്തിച്ചു. അപ്പം ഇവർ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവൃത്തികൾ ചെയ്തതുമൊക്കെ ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്തിലാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് യേശുവിനെ അറിയാം.
ഇവർക്ക് യേശുവിനെ അറിയാം. യേശുവിനെ അറിയുന്നത് കൊണ്ടാണല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞ് 21 വാക്യത്തിൽ പറയുകയാണ്, കർത്താവ് അവരോട് എന്താ പറഞ്ഞേ? അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾക്ക് എന്നെ അറിയാം, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയില്ല. അല്ലേ? പണ്ടാരോ പറഞ്ഞ പോലെ എന്താണ്, എനിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ പരിചയമുണ്ട്, പക്ഷെ പുള്ളിക്ക് എന്നെ അറിയില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ കർത്താവ് നമ്മളെ അറിഞ്ഞിട്ടുണ്ടോ? കർത്താവ് നമ്മളെ അറിയുന്നത് അവൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നാം പ്രാപിക്കുമ്പോഴാണ് കർത്താവ് നമ്മെ അറിയുന്നത്. അപ്പം ഈ വീണ്ടെടുപ്പ് പ്രാപിക്കാതെയും യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കാം, ഭൂതങ്ങളെ പുറത്താക്കാം, വീര്യപ്രവൃത്തികൾ ചെയ്യാം, എല്ലാം ചെയ്യാം. എങ്ങനെ? ഈ യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കാതെയും ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ കർത്താവ് നമ്മളെ അറിയുന്നില്ലെന്നുള്ളതാണ്. നമുക്ക് കർത്താവിനെ അറിയാം, പക്ഷെ കർത്താവ് നമ്മളെ അറിയുന്നില്ലെന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ഇപ്പം ഗലാത്യലേഖനം 4:9 നമ്മൾ വായിച്ചത്, ഇപ്പോഴോ ദൈവത്തെ നിങ്ങൾ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുക. അതാണ് ആ പ്രത്യേകത. മുമ്പേ ദൈവമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, ദൈവം നിങ്ങളെ അറിഞ്ഞു. എങ്ങനെ? ക്രിസ്തുവേശുവിൽ അവൻ്റെ രക്തത്താൽ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഒരു വാക്യമാണ്. എന്താണ് അവിടെ നമ്മൾ വായിക്കുന്നത്? 15-ഉം 16-ഉം ഒരുമിച്ച് വായിക്കുമ്പോൾ, 15 തൊട്ട് വായിക്കുമ്പോൾ യേശു പറയുകയാണ്, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഓക്കെ. എന്നിട്ട് 16-ാം വാക്യത്തിൽ പറയുക, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമായി തീരും. അപ്പം ഈ വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവോട് ഉദ്ദേശിച്ചത് യഹൂദന്മാരല്ലാത്ത മറ്റുള്ളവരെ കുറിച്ചാണ്. നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം യഹൂദന്മാരല്ലാത്ത മറ്റ് ജനതകളെയും കർത്താവ് പറയുക, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തി എന്ത് ചെയ്യണം? ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവുമാകും. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത്, നമുക്ക് യഹൂദന്മാരുമായിട്ട് ബന്ധമില്ലായിരുന്നു, ദൈവമായിട്ടും ബന്ധമില്ലായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം കഴിഞ്ഞ വാക്യത്തിൽ ഗലാത്യലേഖനത്തിൽ നമ്മൾ കണ്ടത് ദൈവവുമായിട്ട് നമുക്ക് ബന്ധം തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10:16 നമ്മൾ വായിക്കുന്നു, യഹൂദന്മാരെയും നമ്മളെയും ഒന്നാക്കി തീർത്തു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മെ ആ രീതിയിലും അവൻ സമീപസ്ഥരാക്കി തീർത്തു. താഴേക്ക് എഫേസ് ലേഖനം അടുത്ത ആഴ്ചയൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ കാര്യങ്ങൾ കുറെ കൂടെ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടിരുന്നതും യഹൂദന്മാരുമായിട്ട് ബന്ധമില്ലാത്തവരുമായിരുന്ന നമ്മെ ഗലാത്യലേഖനം 4:9 അനുസരിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 10:16 അനുസരിച്ച് യഹൂദന്മാരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തു കർത്താവ്. ഒരിടയനും ഒരു ആട്ടിൻകൂട്ടവുമാകും. ഇനി യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ പ്രാർത്ഥനയിൽ അതിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പം ഇവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന, ആ സമയത്ത്
കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ഇവർക്ക് എന്ന് പറയുമ്പോൾ യേശു ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു ഇവർക്ക് വേണ്ടി മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവർ പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ ഇവരുടെ വചനത്താൽ, ഇവരുടെ പ്രസംഗത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. എന്നിട്ട് 21-ാം വാക്യത്തിൽ പറയുക, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. അതായത് യഹൂദന്മാരാകട്ടെ വിജാതീയരാകട്ടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നാവുക. നോക്കിക്കേ, ആ ഒരു ഐക്യതയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന്. അപ്പം എന്തൊക്കെ സംഭവിച്ചു? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 3 ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദൈവം, യഹൂദന്മാർ, വിജാതീയർ. യഹൂദന്മാർക്കും വിജാതീയർക്കും തമ്മിൽ ബന്ധമില്ല. യഹൂദന്മാർക്കും ദൈവത്തിനും തമ്മിൽ ബന്ധമില്ല. വിജാതീയർക്കും ദൈവത്തിനും തമ്മിൽ ബന്ധമില്ല. എന്നാൽ കർത്താവ് ഇവിടെ ചെയ്തത് യഹൂദന്മാരെയും വിജാതീയരെയും ഒന്നാക്കിയിട്ട് ദൈവത്തെയും അവരെയുമായിട്ട് ഒന്നാക്കി. അതവിടെ പറഞ്ഞത്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന്. അപ്പം 3 മേഖലയിലും ബന്ധം ആര് തന്നു? കർത്താവ് തന്നു. എങ്ങനെ? അവൻ്റെ രക്തത്താൽ. നമ്മൾ 14-18 വരെയുള്ള ഫെസ്റ്റിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കുറേ കൂടെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അടുത്ത ആഴ്ചകളിൽ വരും. ഓക്കെ. ഇനി ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് കാണുന്നത്. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പം ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും, അത് യഹൂദനാകട്ടെ വിജാതീയനാകട്ടെ, പരിച്ഛേദന ഏറ്റവനാകട്ടെ ഏകാത്തവനാകട്ടെ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ലഭിക്കുന്നു. 2, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്നിട്ട് 28-ാം വാക്യത്തിൽ പറയുക, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. നോക്കൂ, വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി, ദൈവവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ലഭിച്ചു. അതുമാത്രമല്ല, യഹൂദനും യവനനും എന്ന് വ്യത്യാസമില്ലാതെ, ദാസനും സ്വതന്ത്രനും എന്ന് വ്യത്യാസമില്ലാതെ, ആണും പെണ്ണും എന്ന് വ്യത്യാസമില്ലാതെ, നിങ്ങളെല്ലാവരും ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നായിത്തീർന്നു. നോക്കിക്കേ, ആ ദൂരസ്ഥരായിരുന്ന, മുമ്പേ 3 തലങ്ങളിൽ ദൂരസ്ഥരായിരുന്ന ഈ 3 കൂട്ടരെയും സമീപസ്ഥരാക്കി തീർത്ത കർത്താവ്. എത്ര അത്ഭുതകരമായിട്ടാണ് ഈ കാര്യം കർത്താവ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമുക്കും യഹൂദന്മാർക്കും ഇടയിലുണ്ടായിരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്തു, നമുക്കും ദൈവത്തിനും ഇടയിലുണ്ടായിരുന്ന ഗ്യാപ്പും ഫില്ല് ചെയ്തു. നമ്മെ 3 കൂട്ടരെയും ഒറ്റ ഗ്രൂപ്പാക്കി ഒരുമിച്ച് കർത്താവ് കൊണ്ടുവന്നു. എങ്ങനെ? അവൻ്റെ രക്തത്താൽ. ഇനി റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല എന്ന് തിരുവെഴുത്ത് അരുളി ചെയ്യുന്നുവല്ലോ. 12-ാം വാക്യം, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന
ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. നോക്കിക്കേ, യു മേ ബി എ ജ്യൂ ഓർ എ ജെൻറ്റൈൽ, ദാറ്റ് മേക്സ് നോ ഡിഫറൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ്. നിങ്ങളൊരു പക്ഷേ യഹൂദനായിരിക്കാം, അല്ലെങ്കിൽ വിജാതീയനായിരിക്കാം, പക്ഷെ യേശുവിൻ്റെ മുമ്പിൽ അത് ഒരു വ്യത്യാസമല്ല. ഹൂ എവർ ബിലീവ്സ് ഇൻ ഹിം, ആരൊക്കെ അവനിൽ വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാവർക്കും രക്ഷ, ദൈവവുമായിട്ടുള്ള ബന്ധം. നോക്കിക്കേ, ദാറ്റ് ഈസ് ദ ചേഞ്ച് ദാറ്റ് ബ്രോട്ട് ബൈ ജീസസ്. യേശു കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം അതാണ്. ഇനി ഇവിടെ ഈ ഒരു സെപ്പറേഷൻ ഇല്ല. നോ മോർ സെപ്പറേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ് ആൻഡ് യു ആൻഡ് ജ്യൂസ്. നോ മോർ സെപ്പറേഷൻ. ജീസസ് ഹാസ് മെയ്ഡ് all of us a single unit. ഇനി നമ്മളും ദൈവവും തമ്മിലോ നമ്മളും യഹൂദന്മാരും തമ്മിലോ ഒരു വ്യത്യാസവുമില്ല, ഒരു ഗ്യാപ്പുമില്ല. യേശു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നു ക്രിസ്തുവിൽ, അവൻ്റെ രക്തത്താൽ. ഒന്ന് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഒന്ന് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം എന്താണ് അവിടെ കാണുന്നത് നമുക്ക് നോക്കാം. ഒന്ന് കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ എല്ലാവരും ഏക ശരീരമാകുമാറ്, ബിക്കം വൺ ബോഡി, ഒറ്റ ശരീരമാകത്തക്ക രീതിയിൽ വി ആർ ബീയിങ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നാം സ്നാനം സ്വീകരിച്ചിരിക്കുന്നു, സ്നാനപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ഇതാ. എന്ത്? ദിസ് യൂണിറ്റി, ഈ ഐക്യതയാണ്. ദർ ഇസ് നോ ഡിഫറൻസ്, ഒരു വ്യത്യാസവും പരസ്പരമില്ലാതെ അവർ രാഷ്ട്രീയമായിട്ട് ഏത് രാജ്യത്തെ പൗരന്മാരായിക്കൊള്ളട്ടെ, അവർ മുമ്പുണ്ടായിരുന്ന ഐഡിയോളജികൾ എന്തുമായിക്കൊള്ളട്ടെ, സമൂഹത്തിലെ അവരുടെ സ്റ്റാറ്റസ് എന്തുമായിക്കൊള്ളട്ടെ, അല്പം കൂടെ കയറ്റി പറഞ്ഞാൽ അവരുടെ ജാതി എന്തുമായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മ സ്നാനം ഒരു വ്യക്തി പ്രാപിക്കുമ്പോൾ ഈ സകല വ്യത്യാസങ്ങളും ഉരുകി ഇല്ലാതെയായി മാറുകയാണ്. ആ വ്യക്തി ഇവരുമൊക്കെയായിട്ട് ഒരൊറ്റ ശരീരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാ സഭ. ആ സഭയ്ക്കകത്ത് പിന്നെ ജാതി വ്യത്യാസങ്ങളോ കക്ഷി വ്യത്യാസങ്ങളോ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഒന്നും ഇല്ല. ബിക്കോസ് everyone is the parts of that body, the members of that body. എല്ലാവരും ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. എങ്ങനെ? ബൈ ദ ബാപ്റ്റിസം ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്താൽ. ഞാൻ പരിശുദ്ധാത്മ സ്നാനത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദിസ് യൂണിറ്റി, ഈ ഐക്യതയാണത്. ഞാൻ തുറന്നൊരു കാര്യം പറയാം. മണിക്കൂർ കണക്കിന് അന്യഭാഷ പറഞ്ഞാലും, മണിക്കൂർ കണക്കിന് പ്രവചിച്ചാലും, മണിക്കൂർ കണക്കിന് നൃത്തം ചെയ്താലും ഈ സ്നേഹമില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരും. അർത്ഥാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് പറയേണ്ടി വരും. കാരണം
പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ഈ യൂണിറ്റിയാണ്. മറക്കരുത്. ദ ഡ്രാസ്റ്റിക് ചേഞ്ച് that will be bring in our life by the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആ സമൂലമായ പരിവർത്തനമെന്ന് പറയുന്നത് സകല വിഭാഗീയതകളിൽ നിന്നും മാറി സഭ ഏക ശരീരമായി മാറുന്നതാണ്. If that doesn't happen in our life, we should be doubtful about our salvation. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെയാണ്. അത് സംഭവിക്കുന്നത് കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. പക്ഷേ രക്ഷിക്കപ്പെടുമ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടാകും നമുക്ക്. ദാറ്റ് ഈസ് ആൻ ഇന്നെവിറ്റബിൾ ചേഞ്ച്. നിങ്ങൾക്കത് ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നിങ്ങൾ പഞ്ചസാര എടുത്ത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മധുരം ഉണ്ടായിരിക്കും. ആ മധുരം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വായിലിട്ടത് പഞ്ചസാര അല്ലെന്ന് അതിൻ്റെ അർത്ഥം. മധുരം ഉണ്ടായത് കൊണ്ടല്ല പഞ്ചസാര വായലിട്ടത് കൊണ്ടാണ് മധുരം ഉണ്ടായത്. പക്ഷേ പഞ്ചസാരയാണെന്നും പറഞ്ഞ് വീമ്പിളക്കി നടന്നിട്ട് ആ മധുരമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വായിലിട്ടത് എന്തല്ല, പഞ്ചസാര അല്ല. അന്യഭാഷയൊക്കെ കാണുമായിരിക്കും, പ്രവചനമൊക്കെ കാണുമായിരിക്കും. ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് ഓൾ ദീസ് തിങ്സ്. ഇതൊക്കെ വേണം, അന്യഭാഷയും പ്രവചനവും ഒക്കെ നമുക്ക് വേണം. പക്ഷേ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള പ്രകടനപരമായിട്ടുള്ള ലക്ഷണമെന്ന് പറയുന്നത് ഈ യൂണിറ്റിയാണ്, ഈ ഏകതയാണ്, ഐക്യമാണ്, ക്രിസ്തുവിൽ ഒരു ശരീരമായി തീരുന്ന അവസ്ഥ. നോക്കൂ, ക്രിസ്തു നമ്മെ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി തീർത്തു. ഒന്ന് രണ്ട് വാക്യങ്ങളൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ചിന്തയുടെ അവസാനിപ്പിക്കണം. ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നിങ്ങളിങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. അപ്പം ക്രിസ്തുവേശുവിൽ ഒരുത്തനായി കഴിയുമ്പോൾ പിന്നെ അഗ്രചർമ്മം, പരിച്ഛേദന എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ എഫേസ് ലേഖനത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു, ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് പരിച്ഛേദനയേറ്റവരാൽ നമ്മെ അഗ്രചർമ്മികളെന്ന് വിളിക്കപ്പെട്ടിരുന്നു. പക്ഷേ ക്രിസ്തുവിലായി കഴിയുമ്പോൾ പരിച്ഛേദനയും അഗ്രചർമ്മവും ഒന്നുമല്ല കാര്യം, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. പരിച്ഛേദന ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മെ വേർതിരിക്കുന്ന കാര്യമല്ല. നമ്മളെല്ലാവരും ആ വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒരുമിക്കപ്പെടുകയാണ്. ഒറ്റ വാക്യം കൂടെ, കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? നമുക്ക് നോക്കാം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു: അതിൽ യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവുമെന്നില്ല, ബർബരൻ, സകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അതിൽ ഏതിലെ? അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു 9-10: അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പം നിങ്ങളൊരു പുതിയ മനുഷ്യനായിത്തീർന്നു. അതിൽ ആ പുതിയ മനുഷ്യനിൽ എന്തില്ല? യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, സകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. ക്രൈസ്റ്റ് ഈസ് ഓൾ ഇൻ ഓൾ.
ക്രിസ്തു എല്ലാവരിലും എല്ലാം ആകുന്നു. ദർ ഇസ് നോ ഡിഫറൻസ്, ദർ ഇസ് നോ ഡിസ്യൂണിറ്റി, ദർ ഇസ് നോ ഷിസം. വിഭാഗീയതകളില്ല, അനൈക്യമില്ല. ക്രിസ്തു എല്ലാവരിലും എല്ലാം ആകുന്നു. നോക്കിക്കേ, എന്താ നമ്മൾ പറഞ്ഞത്? മുൻപേ ദൈവത്തെ അറിയാതെ, ദൈവത്തിൽ നിന്നും ദൈവിക വാഗ്ദത്തങ്ങളിൽ നിന്നും ഇസ്രായേൽ പൗരതയിൽ നിന്നും അന്യപ്പെട്ടിരുന്ന ദൂരസ്ഥരായിരുന്ന നമ്മെ അവൻ സമീപസ്ഥരാക്കി, ഒന്നാക്കി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. 3 തലത്തിലായിരുന്നു നാം പിരിഞ്ഞുന്നത്. 1 യഹൂദൻ, 1 വിജാതിയർ, 3 ദൈവം. വിജാതിയർക്കും യഹൂദന്മാർക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. വിജാതിയർക്കും ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. യഹൂദന്മാർ ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന് അവർ അവകാശപ്പെട്ടിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അവർക്കും ബന്ധമില്ലായിരുന്നു. എന്നാൽ ഈ 3 തലത്തിലും നഷ്ടപ്പെട്ടിരുന്ന ബന്ധം ക്രിസ്തു അവൻ്റെ രക്തത്താൽ ആ നഷ്ടപ്പെട്ട ബന്ധങ്ങളിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവന്നു. യഹൂദന്മാരെയും നമ്മെയും അവൻ ഒന്നാക്കി. നമ്മെയും ദൈവത്തെയും അവൻ ഒരുമിപ്പിച്ചു. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നമുക്ക് തിരിച്ചു തന്നു. എങ്ങനെ? അവൻ്റെ രക്തത്താൽ. അവൻ്റെ രക്തത്താൽ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് കൺക്ലൂഡ് ചെയ്യട്ടെ. ഇതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത എഫെസ്യർ ലേഖനം 2:14 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമ്മൾ ചിന്തിക്കും. നമ്മൾ പറഞ്ഞത്, കർത്താവ് നമുക്ക് ഒരു പുതിയ ബന്ധം തന്നു. എങ്ങനെ? അവൻ്റെ രക്തത്താൽ. അവൻ്റെ രക്തത്താൽ. ക്രൂസിൽ അവൻ ചൊരിഞ്ഞ അവൻ്റെ രക്തത്താലാണ് ഈ ഒരു മാറ്റം അവൻ നമുക്ക് നൽകി തന്നത്. നമ്മുടെ പരിശ്രമ ഫലമായിട്ടല്ല. ഈ ബന്ധത്തിലേക്ക് വരാനായിട്ട്, ഈ ബന്ധത്തിലേക്ക് യഥാസ്ഥാനപ്പെടാനായിട്ട് നമ്മളൊന്നും ചെയ്തില്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല. എന്നാൽ നമ്മെ ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് ക്രൂസിൽ പിതാവിനാൽ കൈവിടപ്പെട്ടവനായി യേശു തൻ്റെ രക്തം ചൊരിഞ്ഞു. അവൻ ക്രൂസിൽ കിടന്ന് വിളിച്ചു പറഞ്ഞ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എലി എലി ലമ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അവിടെ അതിന് ദൈവം ഒരു മറുപടി കൊടുത്തില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം, യേശുവും പിതാവുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധം ആ ക്രൂസിൽ നഷ്ടപ്പെട്ടെങ്കിൽ അത് നമുക്ക് ഒരു ബന്ധം നൽകിത്തരേണ്ടതിനായിട്ടായിരുന്നു. ബന്ധമില്ലാതിരുന്നത് നമുക്കായിരുന്നു. യേശുവിന് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ബന്ധം ലഭിക്കേണ്ടതിന് തൻ്റെ ബന്ധം നഷ്ടപ്പെടുത്തുവാൻ യേശു തയ്യാറായി. ഹല്ലേലൂയ. അവൻ്റെ മരണത്താൽ, അവൻ്റെ രക്തത്താൽ, ക്രൂസിൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ ഈ ബന്ധം അവൻ നമുക്ക് നൽകി തന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ക്രൂസിലെ രക്തം അത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് ആയിരിക്കുമ്പോൾ തന്നെ ആ രക്തം ചെയ്ത രണ്ടാമത്തെ പ്രക്രിയയാണ് ആ പാപങ്ങൾ മോചിച്ചതിലൂടെ നമുക്കൊരു ബന്ധം തന്നു ദൈവവുമായിട്ട്. ഒരു പഴയ പാട്ട് പാടിയതുപോലെ, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത് യുഗകാലം വരെയും.
അല്ലേ? മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ ഏറ്റവും അങ്ങേയറ്റം പോയാൽ മരണം വരെ. ആ കല്ലറയ്ക്കൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച് തിരിച്ചു പോകും. എന്നാൽ യേശു തൻ്റെ രക്തത്താൽ നമുക്ക് നേടിത്തന്നിരിക്കുന്ന ഈ ബന്ധം പിരിയാബന്ധമാണത്, യുഗകാലം വരെയും. പ്രിയമുള്ളവരെ, എത്ര നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ യേശുവിനോട്. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം യേശുവിനോടുള്ള നന്ദിയാലും നിറയപ്പെടട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവനോടുള്ള നന്ദിയാലും സ്നേഹത്താലും നിറയപ്പെടട്ടെ. നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം, കർത്താവേ, അവിടുത്തെ മരണത്താലും അവിടുത്തെ രക്തത്താലും എനിക്ക് ഈ ഒരു ബന്ധം അവിടുന്ന് തന്നതിനായിട്ട് സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി നന്ദി നന്ദി. ഞാൻ അവിടുത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.